തുറവൂർ തൈക്കാട്ടുശ്ശേരി പാലത്തിന് സമീപത്ത് ജപ്പാൻ കുടിവെള്ള പൈപ്പിന്റെ ചോർച്ച പരിഹരിക്കാനുള്ള അറ്റകുറ്റപ്പണികൾ തുടരുന്നു. തൈക്കാട്ടുശ്ശേരി പാലത്തിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. തുറവൂർ തൈക്കാട്ടുശ്ശേരിയിൽ ജപ്പാൻ ശുദ്ധജല പൈപ്പിലെ ചോർച്ച പരിഹരിക്കാൻ അറ്റകുറ്റപ്പണി തുടങ്ങി. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ജോലി നടക്കുന്നത്. ഇന്നലെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണും ചെളിയും നീക്കി പൈപ്പിലെ ചോർച്ച കണ്ടെത്തി. മാക്കേക്കടവ് ജലശുദ്ധീകരണശാലയിൽ നിന്നും അരൂർ, എഴുപുന്ന, കോടന്തുരുത്ത്, കുത്തിയതോട്, തുറവൂർ, പട്ടണക്കാട്, വയലാർ, കടക്കരപ്പള്ളി പഞ്ചായത്തുകളിലെ ജലസംഭരണികളിലേക്കുള്ള കുടിവെള്ളം എത്തിക്കുന്ന 800 ms വ്യാസമുള്ള HDPE പൈപ്പാണ് ചോർന്നൊലിക്കുന്നത്. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി പഞ്ചായത്തുകളിൽ ശുദ്ധജല വിതരണം 12 വരെ തടസ്സപ്പെടും. തുറവൂർ തൈക്കാട്ടുശ്ശേരി റോഡിലൂടെ പോകുന്ന ഭാരവാഹനങ്ങൾ കടത്തിവിടാതെ കാർ, ഓട്ടോ, ഇരുചക്ര വാഹനങ്ങൾ മാത്രം കടത്തിവിട്ടാണ് അറ്റകുറ്റപ്പണി നടക്കുന്നത്. ഇവിടെ 10 വർഷത്തിനുള്ളിൽ 20ലേറെ തവണയാണ് പൈപ്പിലെ ചോർച്ച മൂലം അറ്റകുറ്റപ്പണി നടത്തിയത്. തൈക്കാട്ടുശ്ശേരി തുറവൂർ പാലത്തിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന വളവിലാണ് ചോർച്ച. എന്നാൽ ചതുപ്പ് സ്ഥലമായതിനാൽ ഭാരവാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ HDPE പൈപ്പിന്റെ ജോയിന്റ് ഭാഗത്ത് ചോർച്ചയുണ്ടാകുകയാണ്. HDPE പൈപ്പ് മാറ്റി MS പൈപ്പ് സ്ഥാപിച്ചാൽ മാത്രമേ പ്രയോജനം ലഭിക്കുകയുള്ളൂ. 5 വർഷം മുമ്പ് വാട്ടർ അതോറിറ്റി ഇതിനായുള്ള എസ്റ്റിമേറ്റ് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഫലമുണ്ടായില്ല. മണ്ഡലത്തിലെ ശുദ്ധജല പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഡെപ്യൂട്ടി സ്പീക്കർ വാട്ടർ അതോറിറ്റിക്ക് നൽകിയ പരാതിയെ തുടർന്ന് 200 മീറ്റർ ഭാഗത്ത് MS പൈപ്പ് സ്ഥാപിക്കുന്നതിനായി 1 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് നൽകിയിട്ടുണ്ട്. നിലവിൽ 1.5 മീറ്റർ ഭാഗത്തെ HDPE പൈപ്പ് മുറിച്ചു നീക്കി ഈ ഭാഗത്ത് MS പൈപ്പ് സ്ഥാപിക്കും. തുടർന്ന് പൈപ്പുകളുടെ ഇരുഭാഗത്തും തെങ്ങിൻ തടി മണ്ണിലേക്ക് അടിച്ചു താഴ്ത്തി പൈപ്പിന്റെ ഇരുവശത്തും കോൺക്രീറ്റ് ചെയ്താണ് അറ്റകുറ്റപ്പണി നടക്കുന്നത്.